ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. PM വിശ്വകർമ്മ പദ്ധതി പ്രയോജനപ്പെടുത്തി വ്യാപാര രംഗത്തേക്ക് കടന്നുവരാൻ കരകൌശല വിദഗ്ധരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തിന് നാളെ തുടക്കം. കേന്ദ്രം തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ തുടർച്ചയായ 2ാം വർഷവും 1ാം സ്ഥാനം നേടി കേരളം. പ്രശസ്ത അഭിനേത്രി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ബംഗ്ലാദേശിനെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനത്തിൽ 308 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. വാർത്തകൾ വിശദമായി. PM വിശ്വകർമ്മ പദ്ധതി പ്രയോജനപ്പെടുത്തി വ്യാപാര രംഗത്തേക്ക് കടന്നുവരാൻ കരകൌശല വിദഗ്ധരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM വിശ്വകർമ്മ പദ്ധതിയുടെ 1ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ വർധയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന 6.5 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയിലൂടെ ആധുനിക ഉപകരണങ്ങൾ വിതരണം ചെയ്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. 1400 കോടി രൂപയുടെ വായ്പയും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ PM വിശ്വകർമ്മ പദ്ധതിയിലൂടെ വിതരണം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. विश्वकर्मा योजना की मूल भावना है सम्मान, सामर्थ्य और समृद्धि, यानी पारंपरिक हुनर का सम्मान, कारीगरों का सशक्तिकरण और विश्वकर्मा बंधुओं के जीवन में समृद्धि, ये हमारा लक्ष्य है. इस एक वर्ष में ही 18 अलग अलग पैसों के 20 लाख से ज्यादा लोगों को इससे जोड़ा गया. सिर्फ साल भर में ही 8 लाख से ज्यादा शिल्पकारों और कारीगरों को स्किल ट्रेनिंग, स्किल अपग्रेडेशन मिल चुकी है. സംസ്ഥാനത്ത് നടന്ന ആഘോഷ പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി എന്നിവർ പങ്കെടുത്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊഴിൽ സൃഷ്ടിക്കുന്ന അടിസ്ഥാനവർഗ മനുഷ്യനെയും സൃഷ്ടിക്കുന്നതായി ശ്രീ സുരേഷ് ഗോപി കോഴിക്കോട് ഗോവിന്ദപുരത്ത് നടന്ന പരിപാടിയിൽ പറഞ്ഞു. 5 വർഷം കൊണ്ട് 13,000 കോടി രൂപയാണ് PM വിശ്വകർമ്മ പദ്ധതിക്കായി മാറ്റിവച്ചിരിക്കുന്നതെന്നും ഈ തുക ബോധപൂർവം ഉപയോഗിക്കുക എന്നതാണ് ജനങ്ങളുടെ കടമയെന്നും ശ്രീ ജോർജ് കുര്യൻ ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വിൽമിംഗ്ടണിൽ നാളെ നടക്കുന്ന ക്വാഡ് നേതൃതല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ലോക നേതാക്കളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളും ഇതിന്റെ ഭാഗമായി നടത്തും. തുടർന്ന് ന്യൂയോർക്കിലെത്തുന്ന പ്രധാനമന്ത്രി അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. 23-ന് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടക്കുന്ന ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. കേന്ദ്രം തയ്യാറാക്കിയ 6ാമത് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ തുടർച്ചയായ 2ാം വർഷവും 1ാം സ്ഥാനം നേടി കേരളം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയാണ് ഭക്ഷ്യസുരക്ഷാ സൂചിക പുറത്തിറക്കിയത്. തമിഴ്നാട് 2ാം സ്ഥാനത്തും ജമ്മുകശ്മീർ 3ാം സ്ഥാനത്തുമാണ്. 40ഓളം മേഖലകളിലെ പ്രവർത്തന മികവാണ് കേരളത്തെ 1ാം സ്ഥാനത്തെത്തിച്ചത്. നേട്ടം കൈവരിക്കാൻ പ്രയത്നിച്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ജീവനക്കാരെ മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. പ്രശസ്ത ചലച്ചിത്ര താരം കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 79 വയസ്സായിരുന്നു. അമ്മ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന കവിയൂർ പൊന്നമ്മ 1000-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം 4 തവണ നേടിയിരുന്നു. നാടകരംഗത്തു നിന്നും സിനിമയിലേക്കെത്തിയ കവിയൂർ പൊന്നമ്മ ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിലാണ് ആദ്യം അഭിനയിച്ചത്. കുടുംബിനി, തൊമ്മന്റെ മക്കൾ, നിർമാല്യം, തിങ്കളാഴ്ച നല്ല ദിവസം, കിരീടം, ഹിസ് ഹൈനസ് അബ്ദുള്ള, നഖക്ഷതങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങളും ശ്രദ്ധേയമായിരുന്നു. 6 പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന കവിയൂർ പൊന്നമ്മയുടെ വേർപാട് ചലച്ചിത്ര ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംസ്ഥാന മന്ത്രിസഭയിലെ NCP മന്ത്രിസ്ഥാനം സംബന്ധിച്ച് AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ്, PC ചാക്കോ എന്നീ നേതാക്കൾ NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി ചർച്ച നടത്തി. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. കുട്ടനാട് MLA തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് വിവരം. ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കകം ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഉത്തരവാദിത്തത്തിന്റെയും പ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയമാണ് NDA സർക്കാർ രാജ്യത്ത് കൊണ്ടുവന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. 3ാം മോദി സർക്കാർ 100 ദിനം പിന്നിടുമ്പോൾ ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് സർക്കാരിന്റെ ഇക്കാലയളവിലെ നേട്ടമാണെന്നും ശ്രീ JP നഡ്ഡ പറഞ്ഞു.
10 രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് കൂടി മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നികുതി അടയ്ക്കാൻ കഴിയുന്ന സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാനത്തെ 26 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പട്ടയങ്ങൾ നൽകാൻ ഈ സർക്കാരിന് സാധിച്ചു. 3 മാസത്തിനിടെ 1,87,000-ലധികം പട്ടയങ്ങളാണ് വിതരണം ചെയ്തതെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർ രോഗബാധിത മേഖലകളിൽ സന്ദർശനം നടത്തി. നിലവിൽ ജില്ലയിൽ 500-ലേറെ പേർക്ക് രോഗബാധ ഉണ്ടെന്നാണ് നിഗമനം. പേരാമ്പ്ര വടക്കുംപാട് സ്കൂളിൽ 224-ലേറെ വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിച്ച സംഭവത്തിൽ രോഗ ഉറവിടം കണ്ടെത്താനായതായും അധികൃതർ അറിയിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ 97ാമത് സമാധി ദിനം നാളെ വർക്കല ശിവഗിരി മഠത്തിൽ നടക്കുന്ന സമാധി ദിന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. നാമജപം, ഉപവാസം, മഹാസമാധി പ്രാർത്ഥന തുടങ്ങിയ ചടങ്ങുകളും ഇതിന്റെ ഭാഗമായി നടക്കും. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലെ സമാധി ദിന സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. തിരുപ്പതി ലഡുവിൽ മായം ചേർത്തെന്ന പരാതിയിൽ കേന്ദ്രം ആന്ധ്രാപ്രദേശ് സർക്കാരിനോട് റിപ്പോർട്ട് തേടി. വിഷയത്തിൽ ആരോപണമുന്നയിച്ച ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായി ഇക്കാര്യം സംസാരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ ന്യൂഡൽഹിയിൽ പറഞ്ഞു. ലഡുവിൽ മൃഗക്കൊഴുപ്പിന്റെ സാന്നിധ്യമുണ്ടെന്ന ആരോപണത്തിൽ അന്വേഷണമുണ്ടാകുമെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും വ്യക്തമാക്കിയിരുന്നു. തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. അന്വേഷണം നടക്കുന്നതായി അറിവില്ലെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയെന്നും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. വിഷയം ജഡ്ജിയോ റിട്ടയർഡ് ജഡ്ജിയോ അന്വേഷിക്കണമെന്നും സമയബന്ധിതമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ആവശ്യപ്പെട്ടു. ചരിത്രകാരനും ഗ്രന്ഥകർത്താവുമായ വേലായുധൻ പണിക്കശ്ശേരി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. കേരളത്തിലെ സാംസ്കാരിക ചരിത്രരചന രംഗത്ത് അമൂല്യ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സുരക്ഷ ശക്തമാക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ. സിസിടിവി ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും രോഗികൾ ചാടിപ്പോകുന്നത് ഒഴിവാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഇവിടെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ച 691 രോഗികളെ കാണാനില്ലെന്ന പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ബംഗ്ലാദേശിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 2ാം ദിനം കളി അവസാനിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് 308 റൺസിന്റെ ലീഡ്. 1ാം ഇന്നിംഗ്സിന്റെ തുടക്കം മുതൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട ബംഗ്ലാദേശ് 149 റൺസിന് പുറത്താവുകയായിരുന്നു. 227 റൺസിന്റെ ലീഡുമായി 2ാം ഇന്നിംഗ്സിനിറങ്ങിയ ഇന്ത്യ ഇന്ന് കളി അവസാനിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 81 റൺസ് എന്ന നിലയിലാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നാളെ തിരുവനന്തപുരം കൊമ്പൻസും കണ്ണൂർ വാരിയേഴ്സും ഏറ്റുമുട്ടും. തിരുവനന്തപുരത്തെ പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 2 കളികളിൽ നിന്ന് 4 പോയിന്റുമായി ഇരു ടീമും പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1360 പോയിന്റ് നേട്ടത്തിൽ 84,544-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 375 പോയിന്റ് നേട്ടത്തിൽ 25,791-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 480 രൂപ വർദ്ധിച്ച് 55,080 രൂപയും ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 6,885 രൂപയുമാണ് ഇന്നത്തെ വില. 2024-25 ഇന്റഗ്രേറ്റഡ് പഞ്ചവത്സര LLB കോഴ്സിൽ കേരളത്തിലെ 4 സർക്കാർ ലോ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിലേക്കും 24 സ്വകാര്യ സ്വാശ്രയ ലോ കോളേജുകളിലെ 50% സർക്കാർ സീറ്റുകളിലേക്കും പ്രവേശനത്തിനുള്ള കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. PM വിശ്വകർമ്മ പദ്ധതി പ്രയോജനപ്പെടുത്തി വ്യാപാര രംഗത്തേക്ക് കടന്നുവരാൻ കരകൌശല വിദഗ്ധരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തിന് നാളെ തുടക്കം. കേന്ദ്രം തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ തുടർച്ചയായ 2ാം വർഷവും 1ാം സ്ഥാനം നേടി കേരളം. പ്രശസ്ത അഭിനേത്രി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ബംഗ്ലാദേശിനെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനത്തിൽ 308 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.